ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരകുണ്ട്. UDF കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. ആകെയുള്ള 24 വാർഡുകളിൽ 21 നേടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF തിരിച്ചുപിടിച്ചതാണ്. ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിലും UDF സമ്പൂർണാധിപത്യം നേടി. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. 21 വാർഡ് അംഗങ്ങൾ, 3 ബ്ലോക്ക് അംഗങ്ങൾ, 1 ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവർക്കാണ് സ്വീകരണമൊരുക്കിയത്. DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ബുൾഡോസർ രാജ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോ അതിനെതിരെ നാവെടുത്ത് ഒരക്ഷരം പോലും പറയാൻ, വിമർശിക്കാൻ തയ്യാറാവാത്ത ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ വന്നു. നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല. ശബരിമല ക്ഷേത്രത്തിൽ ഏതാണ്ട് 500 കോടി രൂപയുടെ കൊള്ളയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ആ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത്. എവിടെയാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ED? ഈ രാജ്യത്ത് എവിടെ സാമ്പത്തിക ആരോപണം വന്നാലും അവിടെ കോടി ചെല്ലും ED കസ്റ്റഡിയിലെടുക്കുകയാണ്. 90 ദിവസം പോലും ജാമ്യം കൊടുക്കാതെ മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുകയാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന CBI, രാഹുൽ ഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന CBI, ഈ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ മുഴുവൻ തുറങ്കിലടക്കുന്ന ED, മമതാ ബാനർജിയുടെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. DK ശിവകുമാറിനെ ജയിലിൽ. ചടങ്ങിൽ MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കേരളത്തിലുടനീളം LDF നടത്തിയ വാർഡ് വിഭജനം എന്ന് പറയുന്നത് ഞങ്ങൾ 10 ആളുകൾ, നിങ്ങൾ 7 ആളെ പാടുള്ളൂ. സ്കോർ ബോർഡിൽ ഞങ്ങൾ ആദ്യമേ ഒരു 3 ഗോൾ അങ്ങോട്ട് എഴുതി വെക്കും. നിങ്ങൾ വേണമെങ്കിൽ 4 അടിച്ച് ജയിച്ചോ. ഗോൾ പോസ്റ്റോ അത് ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് ഓടും. 10 വരുന്നിടത്ത് ഗോൾ എന്ന് പറ്റാണ്. ഈ കരുവാരകുണ്ടിലും അവര് അങ്ങനെയാണ് വാർഡ് വിഭജിച്ചത്. ഒരിറച്ചുവെട്ടുകാരന്റെ മാനസികാവസ്ഥ. നല്ലത് മുഴുവൻ പങ്കിട്ടെടുത്ത് അവരവരുടെ പങ്ക് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ഈ കേരളത്തിൽ 500-ലേറെ പഞ്ചായത്ത് പിടിക്കും. എന്നിട്ടോ ഒരു 3ാം പിണറായി സർക്കാർ വരും. ആ കൂട്ടത്തിൽ ആദ്യം നിങ്ങൾ എണ്ണിയ കരുവാരകുണ്ട് പഞ്ചായത്തിന് നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് UDF തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം ഇവിടെ ഞങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ്, MK മുഹമ്മദ് അലി, NK ഹമീദ് ഹാജി, K മുഹമ്മദ്, TD ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.